രാത്രിയായപ്പോൾ പെട്ടെന്ന് എടുത്ത തീരുമാനമാണ് ഒരു മൂവിക്ക് പോകാമെന്നുള്ളത്. അങ്ങനെ അതാ ധനുഷിൻ്റെ ഇഡലിക്കട കാണാനാണ് ഞങ്ങൾ പോയത്. അപ്പോൾ അതാ 9 മണിക്കാണ് ഷോ. അങ്ങനെ അതാ ഞങ്ങൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം തിയേറ്ററിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ഈ മൂവീൻ്റെ പ്രത്യേകത, ഈ മൂവി ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത് ധനുഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളതാ ഇതിൻ്റെ ഉള്ളിൽ കയറി സിനിമ തുടങ്ങി കേട്ടോ. സിനിമ തുടങ്ങിയപ്പോൾ തൊട്ടേ നമുക്ക് നല്ല ഫീൽ തരുന്നൊരു മൂവി കേട്ടോ. അങ്ങനെ ഫൈറ്റൊക്കെ വരുന്ന സമയത്ത് ശരിക്കും നമുക്ക് എന്താ പറയുക, എനിക്കൊക്കെ വിസിലടിക്കാൻ അറിയാത്തതുകൊണ്ടാണ്. കുറേ പേര് വിസിലടിക്കുന്നുണ്ടായിരുന്നു. നമുക്ക് നല്ല വിസിലടിക്കാനൊക്കെ തോന്നുന്ന ഒരു ഫൈറ്റ്, അതുപോലെ നല്ല കോരി തരിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫൈറ്റൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാനുമോളൊക്കെ കണ്ടില്ലേ, ഫുൾ ഓണായിട്ടാണ് ഇരിക്കുന്നത്. ഒരു കുഴപ്പമില്ലാതിരുന്ന ആൾ നല്ല ആസ്വദിച്ചിരുന്ന് കാണുന്നുണ്ട്. പിന്നെ ഞാനും ഈ ചാടി ചാടി പോകുന്നത് ഇൻ്റർവെല്ലായപ്പോൾ പോപ്കോണിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് പോപ്കോണൊക്കെ വാങ്ങിക്കൊടുത്തു. പിന്നെ അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞു കേട്ടോ. സിനിമ കഴിഞ്ഞിട്ട് ഞാനുവിൻ്റെ മുഖത്ത് കണ്ടില്ലേ നല്ലൊരു ഫീലാണ്. അതായത് ഭയങ്കര ഹാപ്പിയാണ്. ഒരു ഉറക്കമോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അപ്പം മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൂവി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോയിട്ട് കാണാം. അടിപൊളി മൂവിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഡയറക്ഷൻ കേട്ടോ. അപ്പം അടിപൊളി മൂവിയാണ്. എല്ലാവരും പോയിട്ട് കാണാം കേട്ടോ. പറ്റുന്നവരൊക്കെ പോയി കാണുക. എന്താ വെച്ചാൽ സൂപ്പർ മൂവിയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.